ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ഐശ്വര്യ, വെൽനസ് കോച്ചാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ലൈനിലുണ്ടോ? അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. വെള്ളം എങ്ങനെ എത്രത്തോളം കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുവാണെങ്കിൽ ഫൈബർ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്രത്തോളം ഫൈബർ ആഡ് ചെയ്യണം, എന്താണ് ഫൈബർ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഇന്നലെ ഷെയർ ചെയ്തു. അപ്പോൾ അത് വാച്ച് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പറയുന്ന ടോപ്പിക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് കുറച്ച് ആളുകൾ ഒന്ന് ജോയിൻ ആയിട്ട് നമുക്ക് പറയാം, അതല്ലേ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് നോർമലി അനുഭവപ്പെട്ടിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടൈമിൽ ഈ ഒരു സെഷൻ കാണുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക് എന്താന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജോയിൻ ആയിട്ടുള്ള എല്ലാവരോടും ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എനർജി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വിചാരിച്ചു പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളെ കുറിച്ച് ആദ്യം നമ്മളായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പറയാം. പക്ഷേ നമ്മളടുത്തേക്ക് വരുന്ന ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ക്ഷീണമാണെന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മളടുത്തേക്ക് വരുന്നുണ്ട്. കാരണം അവർ മേ ബി വെയിറ്റ് ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു 7 മണിക്ക് ഞാൻ എഴുന്നേൽക്കും, പക്ഷെ ഒരു 9 മണിക്ക് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ അതിന്റെ കാരണം എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയുന്നില്ല. അപ്പൊ അത് ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ നമുക്ക് അവരോട് ഒന്ന് എന്താ പറയാ, നമുക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. കാരണം ഒരുപാട് ആളുകളിലും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ കാണുന്ന ആളുകൾ നിങ്ങൾക്കും ഇതേപോലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളൊരു അവയർനെസ് നമ്മൾ തരണ്ടേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചായ നിർബന്ധമാണ്. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, ചായ എന്തിനു വേണ്ടിയിട്ടാണ് കുടിക്കുന്നതെന്ന്. ഒരു എനർജി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ആ എനർജി ഒരു 1 hour നമ്മളെ ബോഡിയിൽ നിന്ന് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് എനർജറ്റിക് ആവാൻ ഒരു ചായയുടെ കൂടെ ആവശ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കഫീന് അഡിക്റ്റഡ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു അഡിക്ഷൻ പതിയെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാതാവുമ്പോൾ കൂടുതൽ ടെൻഷൻ ആവാൻ തുടങ്ങും. അതേപോലെ തന്നെ നമുക്ക് ഉറക്കത്തിന് കൂടുതലായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിലേക്ക് ഈ ഒരു കഫീൻ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കാര്യങ്ങൾ നമുക്കൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അമിതമാവുന്ന സമയത്താണ് എല്ലാം നമ്മളെ ബോഡിക്ക് പ്രശ്നമായിട്ട് വരുന്നത്. സോ ഇതിന്റെ ഒരു യൂസേജ് കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ടുള്ള തലവേദന, ക്ഷീണം. ഈ ഒരു ക്ഷീണത്തിന്റെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ വരുമ്പോൾ ചായ കുടിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കുടിച്ചൊരു ഹാബിറ്റായി. അത് കുടിക്കാതിരുന്ന സമയത്ത് നോർമലി നമുക്ക് ക്ഷീണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ, നമ്മൾ തലേ ദിവസം പകല് ഒട്ടും വെള്ളം കുടിക്കാതിരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. സാധാരണ പകലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. കുടിക്കാതിരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് കിട്ടേണ്ട വാട്ടർ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ഷീണം നോർമലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വെള്ളം പ്രോപ്പറായിട്ട് പകല് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ രാവിലെ എഴുന്നേറ്റ പാട് തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പൊ എഴുന്നേറ്റ ഒരു 2 മണിക്കൂറിനുള്ളിൽ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ഷീണം ഇല്ലാതെ
മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ തലേന്ന് രാത്രി നിങ്ങൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുക, എന്നിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ മെറ്റബോളിസം ലെവല് ലോ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മന്ദഗതിയിലേ നടക്കുള്ളൂ. അത് പിറ്റേ ദിവസം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി അത്ര എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവില്ല. സോ ഇതാണ് നമ്മളെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഓക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കുക എപ്പോഴെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, ഓക്കെ കഴിക്കാം, നമുക്ക് 1-2 ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നോർമലി ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്ഥിരമായിട്ടും ഇതേ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഫോണിന്റെ യൂസേജ് കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ രാത്രി ഒരു 12 മണിക്ക് ശേഷം ഫോൺ അമിതമായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസങ്ങളിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാകും. അത് നോർമലി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ പാട് തന്നെ 1 മണിക്കൂറിൽ ഫോണ് യൂസ് ചെയ്യാതിരിക്കുക. രാവിലെ എഴുന്നേറ്റ് ഫോൺ യൂസേജ് ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റി കൂടുതലുള്ളത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നല്ലൊരു ഒരു റൊട്ടീനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ റൊട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് രാവിലെ തന്നെ നെഗറ്റീവ് ന്യൂസസ് ആണ് നമ്മളെ ബ്രെയിനിൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളെ ബോഡി എന്തായിരിക്കും, എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീക്കായ പോലെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഫോണ് ഒരു 1 to 2 hours അത് കഴിഞ്ഞിട്ട് മാക്സിമം ഫോൺ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി ഉറക്കം കറക്റ്റ് ആയിട്ടില്ല, തലേന്നത്തെ രാത്രിത്തെ ഉറക്കം കറക്റ്റ് ആയിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പം ഓവറായിട്ട് നമുക്ക് ചിന്തകളൊക്കെ ഉള്ള ആളുകൾക്ക് ഉറക്കം കറക്റ്റ് ആവില്ല. പിന്നെ അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് രാത്രി കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കം കറക്റ്റ് ആവില്ല. സോ ആ ഒരു ഉറക്കം കറക്റ്റ് ആവാതെ വരുന്ന സമയത്ത് എന്താവും, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്ഷീണം എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഓവർ ലേറ്റ് ആയിട്ട് നമുക്ക് ഉറങ്ങി അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉറങ്ങുകയാണ്, നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ട് എഴുന്നേക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ടൈമിനെ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. ഇപ്പൊ രാവിലെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് ബെസ്റ്റ്. 5 മണിക്കോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു ടൈമിനെ കറക്റ്റ് ഒരു റൊട്ടീനിലേക്ക് കൊണ്ടുവരാം. അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്ത് ജസ്റ്റ് ഒത്തിരി സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് സ്ട്രെച്ചസും അതേപോലെ തന്നെ കുറച്ചൊരു വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം നിങ്ങൾ കീപ്പ് ചെയ്യുക. അതേപോലെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു പക്കാ ചിട്ടാന്നല്ല, അതായത് ഒരു റൂട്ടീനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതേപോലെ തന്നെ എനർജി ആവും. ഇപ്പൊ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ രാത്രി മാക്സിമം നന്നായിട്ട് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പൊ ആ ടൈം നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ എനർജിയുടെ ഒരു കാര്യം. പിന്നെ ഒന്നുകൂടി ഉണ്ട്, അമിതമായിട്ടുള്ള മദ്യപാനം. ഇപ്പോൾ നന്നായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ആ ഒരു എനർജി കുറവായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, ഒന്നാമത്തത് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ എങ്ങനെ വ്യത്യാസം വരുത്താൻ നോക്കുവാണെങ്കിൽ, ചായക്ക് ഓവർ അഡിക്റ്റഡ് ആവാതിരിക്കുക. നിങ്ങൾക്ക് കഴിച്ചോ, കുഴപ്പമില്ല. നമുക്ക് ചായ, അതേപോലെ തന്നെ കോഫി, പിന്നെ പല തരത്തിലുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. ഒന്നിനും ഒരു അഡിക്റ്റഡ് ആവരുത്. ഇന്നത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ട്, അതായത് ഇപ്പൊ ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന വരും എന്നുള്ളൊരു പ്രഡിക്ഷന് കാര്യങ്ങളൊക്കെ അധികം പറയാറുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനൊരിക്കലും അഡിക്റ്റഡ് ആവാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ വൈകിട്ട് മാക്സിമം ഒരു
8 o'clock മുന്നേ ആയിട്ട് നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നൈറ്റ് ഫുഡൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും അത് പോസിബിൾ അല്ല. പക്ഷെ മാക്സിമം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ കുറച്ചും കൂടി ഈസി ആവും. പിന്നെ രാത്രി നമ്മളൊരു 10 o'clock 10:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബാലൻസ് ചെയ്തിട്ട് ഒരു 7 to 8 hours പ്രോപ്പറായിട്ട് നല്ല ഡീപ്പ് സ്ലീപ്പിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ക്ഷീണമൊന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വെയിൽ കൊള്ളുന്ന സമയത്ത് നല്ല ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും. ഇപ്പം രാവിലെ നിങ്ങൾക്ക് ഇളം വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈവനിങ് ആണെങ്കിലും നിങ്ങൾക്ക് വെയിൽ കൊള്ളാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡൊക്കെ നല്ല ഒന്ന് റിലാക്സ് ആവാനും ബോഡി നല്ല എനർജി ആവാനൊക്കെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു റൊട്ടീൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു റൊട്ടീൻ കറക്റ്റായിട്ട് വരുന്ന സമയത്ത്, ഒരു ഡിസിപ്ലിൻ ഒക്കെ വരുന്ന സമയത്ത് അത് നിങ്ങളെ ബോഡിക്കും നിങ്ങൾ മെന്റലിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മൊബൈൽ യൂസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ നമ്മളൊരു 5 മണിക്ക് എഴുന്നേറ്റു അല്ലെങ്കിൽ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് അപ്പം തന്നെ നമ്മൾ ഫോൺ നോക്കി അവിടെ തന്നെ ഇരുന്ന് ഫോണിൽ തന്നെ കൂടുതലായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര മൂഡിയാവാനും അതേപോലെ തന്നെ ഒന്നിനും ഒരു എനർജി ഉണ്ടാവില്ല. ഫോണാണ് നമ്മൾ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുക. നമുക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയാസ് കാര്യങ്ങളൊന്നും കിട്ടൂല. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബോഡി എന്താവും, കുറച്ചും കൂടി ഒന്ന് എനർജി ആവും. പ്രോപ്പറായിട്ട് വെള്ളം നമ്മളെ ബോഡിക്ക് നിലനിർത്തിക്കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയുക ഗുണങ്ങളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആവും. അപ്പൊ നമ്മളിപ്പോ പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഈ എനർജി കുറവ് പറയുന്നത്, ചെറുപ്പക്കാര് നമ്മളെ മുമ്പിൽ വന്നിട്ട് പറയാറുണ്ട് എനിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെന്ന്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്കിത് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്ന ആളുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വരുന്ന വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചാച്ചാ ബൈ ബൈ.